മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഗണേഷ് കുമാർ ഒക്കെ തൊട്ടതിനും പിടിച്ചതിനും സുരേഷ് ഗോപിക്ക് പിന്നാലെ പോയിട്ട് ചൊറിയുന്നത് വ്യക്തമായിട്ടൊരു ശ്രദ്ധ മാറ്റലാണ് എന്നുള്ളതിന്റെ വ്യക്തമായ രണ്ട് തെളിവുകളാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. KSRTCയിലൊക്കെ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നതുകൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്. എടുത്തു പറയാണ്, ഏതെങ്കിലും പുറത്തുള്ള ആളല്ല KSRTCയിൽ തട്ടിപ്പ് എന്ന് വിളിച്ചു പറയുന്നത്, മറിച്ച് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ തന്നെയാണ്. നമ്മളിവിടെ ആദ്യം തന്നെ കൊടുക്കുന്നത് 2025 സെപ്റ്റംബർ 13 DD ന്യൂസ് മലയാളത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നിട്ടുള്ളതുമാണ്. ഗണേഷ് കുമാർ പ്രസംഗിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. 40 വർഷത്തിന് ശേഷം KSRTC 1,57,00,000 രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങൾ. ഇതിന്റെ 10,16,00,000 വരുമാനം കിട്ടുമ്പോൾ 1,57,00,000 രൂപ ലാഭമാണ്. അതായത് 1,19,00,000 രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിന്റെ തിരിച്ചടവും പോയതിന് ശേഷം തൊട്ടടുത്ത ദിവസമായി മെനഞ്ഞാന്ന് KSRTC ലാഭം ഏതാണ്ട് 20 ലക്ഷം രൂപയുണ്ട്. അപ്പം നഷ്ടത്തിൽ നിന്ന് ഇതിനെ കരകയറ്റാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു. നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ കേട്ടില്ലേ, 1,57,00,000 രൂപ വർഷങ്ങളായിട്ട് KSRTC കടത്തിലായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങൾ ലാഭത്തിലേക്ക് എത്തിച്ചു. ആ ലാഭത്തിലേക്ക് എത്തിച്ചതിന് ഗണേഷ് കുമാർ പറയുന്നത് പല രീതിയിലുള്ള വെട്ടിപ്പ്, തട്ടിപ്പ്, ഈ റൂട്ടുകളുടെ തിരുത്ത്, ഇതൊക്കെ തന്നെ ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ടാണ് ഞങ്ങൾ ലാഭത്തിലേക്ക് എത്തുന്നത് എന്നൊക്കെ നിരന്തരം ഈ പറയുന്ന ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞതാണ്. ഇതേ ഗണേഷ് കുമാർ ഈ 2026 ഈ കഴിഞ്ഞ ദിവസം എന്താ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. KSRTCക്ക് 10,2,700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും ഉണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പറ്റി വരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുള്ളത്, ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടില്ലേ, 2026 ഈ മാസമായപ്പോഴേക്ക് ഈ പറയുന്ന KSRTC നഷ്ടത്തില് അല്ലെങ്കിൽ ഒപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് 2025 സെപ്റ്റംബർ മാസത്തിൽ പറഞ്ഞു. 1,57,00,000 രൂപ ലാഭത്തിലെത്തി. പിന്നീടും പല 20 ലക്ഷങ്ങളുടെ കണക്ക് പറയുന്നു. എന്ത് 2025 സെപ്റ്റംബറിന് ശേഷം ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയിലേക്ക് KSRTC ലാഭത്തിലാക്കാൻ സാധിക്കാത്തത്? അപ്പൊ സകല മലയാളികളും തിരിച്ചറിയുക, വേണമെങ്കിൽ KSRTCയും ലാഭത്തിലോടും. പക്ഷെ വേണ്ട എന്ന് വെച്ചോ, 2025 സെപ്റ്റംബറിന് ശേഷം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം പറയുന്നു ഒപ്പിച്ചു പോവാനേ ആവുന്നുള്ളൂ, ഒന്നും നടക്കുന്നില്ല എന്ന്. പിന്നെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞത് ഈ പറയുന്ന കോൺഗ്രസ്, ഈ രാഹുൽ ഗാന്ധി എത്തിയിട്ട് സ്ത്രീകൾക്ക് മൊത്തം സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് ഒന്ന് എടുത്തു പറയാനുള്ളത്, ഈ ഗണേഷ് കുമാറൊക്കെ ലാഭത്തിലായ 2025 ലാഭത്തിലായ KSRTC പിന്നീട് എങ്ങനെയാണ് നഷ്ടത്തിലേക്ക് പോയത് എന്ന് മലയാളികളെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. വീണ്ടും അതെങ്ങനെ കടക്കടിയിലേക്ക്, വീണ്ടും അതെങ്ങനെ കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടാതെ പോയി എന്നതിനൊക്കെ ഗണേഷ് കുമാറൊക്കെ കണക്ക് പറയണോ? ഇനി രാഹുൽ ഗാന്ധി വിളിച്ചു പറയും. രാഹുൽ ഗാന്ധി ഇപ്പോ ഏത് ഇലക്ഷനിലാണ് ജനങ്ങൾക്ക് സൗജന്യ വാഗ്ദാനങ്ങൾ വാരി വിതറാത്തത്? സകലത്തിലും വാരി വിതറാറില്ലേ? ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും പണം കൊടുക്കാം എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയില്ലേ? പണം, ക്യാഷ് കൊടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ അനുസരിച്ച്, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ അനുസരിച്ച് കൃത്യമായിട്ട് ക്രിമിനൽ കുറ്റമാണ് ഈ പറയുന്ന വാഗ്ദാനം, പണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് വിളിച്ചു അറിയാലോ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ അതൊരക്ഷരം മിണ്ടാതെ അങ്ങ് പോയതാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ പണം കൊടുക്കാമെന്ന് വ്യാപകമായിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട്. വ്യാപകമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ടോക്കൺ പോലും സാധാരണക്കാർക്ക് കൊടുത്ത് വഞ്ചിച്ചിട്ടുണ്ട്.
അതിന്റെയൊക്കെ ഭാഗമായിട്ട് വോട്ട് ചെയ്ത ആളുകൾ കോൺഗ്രസ് ഓഫീസുകളിൽ വരിയും നിന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണ് അടുത്ത ഗിമ്മിക്കുമായിട്ട് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ എന്നുള്ളതിൽ 1-2 ഉദാഹരണങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 പ്രതിമാസം ധനസഹായം, ഇങ്ങനെ പോകുന്നു. വലിയ സൗജന്യ വാഗ്ദാനങ്ങളാണ്. ഇതൊക്കെ നിലവിൽ ഇവർ ഭരിക്കുന്നിടത്തൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ? ഇനി അവിടത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തെ അവസ്ഥ എന്താണ് എന്ന് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രേഖകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കോൺഗ്രസിന്റെ ഒരു 5 പോയിന്റിന്റെ വാഗ്ദാനങ്ങൾ, അത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു. ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കണം. രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിന്റെ രാഷ്ട്രീയം ഒരു വാഗ്ദാനത്തിന്റെ രാഷ്ട്രീയമാണ്, ഒരു ഫേക്ക് പ്രോമിസസിന്റെ രാഷ്ട്രീയമാണ്. അവര് ബീഹാറിൽ ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, ഡൽഹിയിൽ ചെയ്തു, 2024 ലോക്സഭ ഇലക്ഷനിൽ ചെയ്തു, ഹിമാചൽ പ്രദേശിൽ ചെയ്തു, തെലങ്കാനയിൽ ചെയ്തു, കർണാടകയിൽ ചെയ്തു. രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഇന്ന് എന്താണ് സ്ഥിതി? ജനങ്ങൾ വിശ്വസിച്ചു, അവരുടെ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറയുന്നു, ശമ്പളം കൊടുക്കാൻ കാശില്ല, കടം വാങ്ങിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ശമ്പളം കൊടുക്കാൻ പറ്റുന്നു. തെലങ്കാന സർക്കാർ ഫാം ലോൺ വേവർ പ്രഖ്യാപിക്കുന്നു, പക്ഷെ അവിടുത്തെ കർഷകർക്കൊന്നും കാശ് കിട്ടുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ശമ്പളം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 2-3 മാസം ഡിലേ, പെൻഷൻ 6, 7, 8 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കർണാടക കോൺഗ്രസ് ഈ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് വിഡ്ഢിയാക്കി ഭരണം പിടിച്ച ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ഡെവലപ്മെന്റിന് കാശില്ലാന്ന് അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പറയുന്നു. കോൺഗ്രസിന്റെ ഈ ഫേക്ക് പ്രോമിസ്, ഇത് ഇലക്ഷന് മാത്രം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ, അത് അവര് ഇതിനു മുമ്പും പല സംസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുക, ഏത് വിലയാണെങ്കിലും ഏത് ലെവലിലും പോവാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടി ഭരണം പിടിക്കാൻ. നിങ്ങൾ കണ്ടില്ലേ, വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഒന്ന് നടത്തട്ടെ, എന്നിട്ട് പോരെ കേരളത്തിൽ വന്നിട്ട് ഈ മാതിരി ഓരോന്ന് വിളിച്ചു പറയലൊക്കെ. ഈ കോൺഗ്രസ് 10-65 വർഷക്കാലം രാജ്യം അടക്കി ഭരിച്ചിട്ട് രാജ്യത്ത് ചെയ്ത ഏതെങ്കിലും കുറച്ച് വികസനങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിക്കൊക്കെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്? ഉത്തരം വളരെ ലളിത. കോൺഗ്രസ് രാജ്യം അടക്കി ഭരിച്ച സമയത്ത് അവരവരുടെ കുടുംബത്തെ മാത്രമേ വളർത്തിയിട്ടുള്ളൂ. ഒരു തരത്തിലും അവർ രാജ്യത്തെ വളർത്തിയിട്ടില്ല. കോൺഗ്രസ് ഇപ്പൊ രാജ്യം ഭരിച്ചിടുന്നൊക്കെ മാറിയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറച്ചേ ഉള്ളൂ. ആ കിട്ടിയ കുറച്ച് സ്ഥലത്തെങ്കിലും ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് കാട്ടുക, ജനങ്ങൾക്കൊപ്പം നിൽക്കാം, എന്നാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിൽക്കും. കേരളക്കെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ഒരു തർക്കം അതിൽ ആർക്കും തന്നെ വേണ്ട. സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ, ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഗിമ്മിക്ക് ഏർപ്പാട് എത്ര തരം താഴ്ന്നിട്ട് എത്ര ലോ ലെവലിലേക്ക് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഒക്കെ എത്തി. അങ്ങനെ സൗജന്യം, ഇങ്ങനെ സൗജന്യം, ഇത് ഭരിക്കുന്ന എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നടപ്പിലാക്കിക്കൂടെ? ആ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ശമ്പളം കൊടുക്കാൻ പോലുമില്ല. വെറുതെ അല്ല ഉപ്പ് വെച്ച കലം പോലെ ഈ കോൺഗ്രസ് ദിനംപ്രതി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാ. ഈ സൗജന്യമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഗതികേടിലേക്ക് രാഹുൽ ഗാന്ധി കൂട്ടരും എത്തിയില്ലേ? മലയാളികൾക്കറിയാം, ഈ പറയുന്ന ഇടതും വലതൊക്കെ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും കേരളത്ര വർഷക്കാലമായി മാറി മാറി ഈ ഇടതും വലതും ഭരിക്കുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക, എന്നിട്ട് ഇവർ തന്നെ ഡൽഹിയിലെത്തിയാൽ ഒരു ടീം. ഇതൊക്കെ അല്ലേ മലയാളികളെ പച്ചക്ക് പറ്റിക്കുക എന്ന് പറയാ? ഇത്രയും വർഷം കാലം ഭരിച്ചിട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചോ? ചെയ്യാൻ സാധിക്കാഞ്ഞിട്ടല്ല ഇപ്പോഴും അങ്ങനെ തരാം ഇങ്ങനെ തരാന്ന്. എന്തേ നിങ്ങൾ ഭരിച്ച സമയത്തൊന്നും KSRTC സൗജന്യമാക്കി കൊടുക്കാതിരുന്നത്? എത്ര കാലം കോൺഗ്രസ് കേരളത്തിൽ ഭരിച്ചു? എത്ര കാലം കോൺഗ്രസ് ഭരിച്ചു കേരളം? ആ സമയത്ത് എന്തേ അന്ന് വിദ്യാർത്ഥികളില്ലായിരുന്നോ? അന്ന് വിദ്യാർത്ഥിനികളില്ലായിരുന്നോ? അന്ന് ഈ KSRTC ഇല്ലായിരുന്നോ? അന്ന് ഹോസ്പിറ്റലുകളില്ലായിരുന്നോ? അന്ന് അസുഖമില്ലായിരുന്നോ? അന്നൊന്നും ചെയ്യാനിട്ട് ഇനി ഞങ്ങൾ കിട്ടിയാൽ ഞങ്ങളെ ഉണ്ട ചെയ്യൂ. ഇതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിയുക.